ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ലലല ഫാമിലീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മീൻ കറിയാണേ. അത് തയ്യാറാക്കാനായി ഞാൻ എടുത്തിട്ടുള്ളത് ചെങ്കലവ മീനാണേ. അപ്പോൾ ആദ്യമായി നമുക്ക് മീനൊന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ മീൻ നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന ചേരുവകൾ കൂടി എടുത്ത് വയ്ക്കാം. 2 സവാള നൈസായി അരിഞ്ഞത്, 2 തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കടുക്, ഉലുവ, ഉപ്പ്, പുളി, ഇത്രയുമാണ് വേണ്ടുന്നത്. ആദ്യമായി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് ഉലുവ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ് ഇട്ടിട്ടുള്ളത്. അതിനുശേഷം സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി നൈസായിട്ട് അരിഞ്ഞതെടുത്തതാണ്. 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടാനായി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും കൂടി ആഡ് ചെയ്ത ശേഷം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. 2 ചെറിയ കഷ്ണം ഇഞ്ചിയും 7-8 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയ ശേഷം അതിലേക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഏകദേശം അത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. അതിനുശേഷം പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു മൂടി ഉപയോഗിച്ച് അടച്ച് 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം മീനൊന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. തവിയിട്ട് ഇളക്കരുത്, മീൻ ഉടഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അടച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മീൻ കറി തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില തണ്ടോട് കൂടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാവൂ. ഇപ്പോൾ മീൻ കറി നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.